ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു GC വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണിക്കുന്നത് വേദയോടായിട്ട് അപ്പുമോൾ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, ചെറിയ ബന്ധം എപ്പോഴും ഇവിടെ കിടക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല മോളെ എന്ന് പറയണം. ഞാനും ഇന്ന് വേദ ചെറിയമ്മയുടെ കൂടെ കിടക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേളുന്നോ, നിനക്ക് എത്ര വേണമെങ്കിലും കഥകളൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയണം. അതെയോ, എനിക്ക് കഥകൾ വളരെ ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് നിറയെ കഥകൾ പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയാണ്, കഥകളൊക്കെ ഞാൻ പറയാം, പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൾ പറയാണ്, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് പറയാണ്. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ മോള് പറയാണ്, ഈ വിക്രമാദിത്യ കഥകളിലൊക്കെ വിക്രമാദിത്യനോട് വേദാളം ഒരു കഥ പറയും, ശേഷം ചോദ്യം ചോദിക്കും. അതുകൊണ്ടാണില്ലേ ചെറിയച്ഛൻ ചെറിയമ്മേ വേദാളം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും അമ്പിടി കേമി എന്ന് പറഞ്ഞിട്ട് വേദ ചിരിക്കുകയാണ് കേട്ടോ. ശേഷം വേദ അപ്പം നമുക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു കുതിരക്കാരൻ്റെ കഥയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കുതിരക്കാരൻ കച്ചവടം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വേറെ ഒരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളും കച്ചവടം ചെയ്ത് പോകുന്ന ആളാണ് കേട്ടോ. അയാൾ പക്ഷെ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നടന്നിട്ട്. അപ്പോൾ അയാൾ ഈ കുതിരക്കാരനെ കണ്ടപ്പോൾ എനിക്കൊരു ലിഫ്റ്റ് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുതിരക്കാരൻ ബാക്കിൽ കയറിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. ലാസ്റ്റ് ടൗൺ എത്തിയിട്ട് അവിടെ കുതിര നിർത്തിയിട്ട് കുതിരക്കാരൻ പറയാണ്, ഇറങ്ങിക്കോളൂ എന്ന് പറയാണ് കേട്ടോ. പക്ഷെ അയാൾ ഇറങ്ങുന്നില്ല. അയാൾ പറയാം, ഇത് ഞാൻ ഇറങ്ങില്ല, ഇത് എൻ്റെ കുതിരയാണെന്ന് പറയാൻ കേട്ടോ. രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. ശേഷം ഈ ഒരു തർക്കം അവരെ കോടതിയിൽ എത്തിച്ചു കേട്ടോ. അപ്പോൾ ജഡ്ജിയുടെ മുമ്പിലും ഇവർ ഇതന്നെ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളുടെ കുതിരയെന്ന് തന്നെ പറയാണ്. അപ്പോൾ ജഡ്ജി പറയും, ശരി, കുതിരയെ കോടതി വളപ്പിൽ കെട്ടിയിട്ട് നിങ്ങൾ രണ്ടാളും പോയിട്ട് നാളെ വരാൻ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാളും പോയി. പിന്നീട് ജഡ്ജി എന്ത് ചെയ്യാറിയോ, ഈ കുതിരനെ കുതിരാലയത്തിൽ കൊണ്ടുപോയി കെട്ടിയിടും. അവിടെ നിറയെ കുതിരകളുണ്ടാവും. പിറ്റേ ദിവസം കുതിരക്കാരനും ആ കച്ചവടക്കാരനും കൂടെ കുതിരാലയത്തിലേക്ക് വരും. അവിടെ വന്നിട്ട് ജഡ്ജി പറയും, ഇവിടെ നിന്ന് നിങ്ങളുടെ കുതിരയെ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ കുതിരക്കാരൻ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കുതിരയെ തന്നെ തിരഞ്ഞെടുക്കും. അപ്പോൾ അപ്പമോൾ ചോദിക്കുകയാണ്, അപ്പോൾ കച്ചവടക്കാരനോ ചോദിക്കും. അപ്പോൾ കച്ചവടക്കാരനും അതേ കുതിരയെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് പറയാണ് കേട്ടോ. അയ്യോ, അപ്പോൾ എന്ത് ചെയ്യും, ജഡ്ജി എന്ത് തീരുമാനിക്കുന്നത് ചോദിക്കുകയാണ്. ജഡ്ജ് ആ കുതിരക്കാരന് തന്നെ കുതിരയെ കൊടുക്കുമെന്ന് പറയാണ്. അതെങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ വേദ ചോദിക്കും, അതാണ് എൻ്റെ ചോദ്യം, അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് പറയാൻ അറിയില്ല. അപ്പോൾ വേദ പറയാണ്, വേറൊന്നുമല്ല, ജഡ്ജി നോക്കിയത് കുതിരക്കാരനെയോ കച്ചവടക്കാരനെയോ അല്ല, കുതിരയാണ്. കുതിരയ്ക്ക് തൻ്റെ ഉടമസ്ഥനെ കണ്ടാൽ തിരിച്ചറിയാലും അയാളുടെ ആ കുതിരയ്ക്ക് ആരോടാ സ്നേഹം എന്ന് കുതിരയുടെ മുഖത്ത് കാണാമായിരുന്നു എന്ന് ജഡ്ജി പറഞ്ഞു കേട്ടോ. അതാണ് ഉത്തരം എന്ന് വേദ പറയാണ്. അപ്പോൾ ഇതിനർത്ഥം എന്താണെന്നറിയോ മോളെ, പരസ്പര സ്നേഹം ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ഒരാളോടുള്ള സ്നേഹം തീർച്ചയായിട്ടും പുറത്തു വരും. അതുപോലെ തന്നെ അവർക്ക് ഒരിക്കലും അകന്ന് നിൽക്കാനോ പിരിഞ്ഞു നിൽക്കാനോ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് വേദമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം അവിടെ ശ്രീജ വരുന്നുണ്ട്. ശ്രീജ വന്നിട്ട് ഈ കഥയൊക്കെ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ അതന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ശ്രീജ പറയുന്നുണ്ട്. അതായത് പിരിഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പോൾ ശ്രീജയും അതുപോലെ തന്നെ മകളും. അപ്പോൾ അങ്ങനെ സ്നേഹം തിരിച്ചറിയട്ടെ, എൻ്റെ മോൾ എത്ര പെട്ടെന്ന് അടുത്ത് വരട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ശ്രീജ പറയുന്നത്. ശേഷം അവർ റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിലേക്ക് പോയ ശേഷം മോളെ കണ്ടതും വിഷു വളരെ സ്നേഹത്തോടു കൂടി മോളെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയാണ്, കാണുമ്പോൾ ഉള്ള സ്നേഹം മാത്രമേ ഉള്ളൂ, മോളെ വിശ്വസിക്കേണ്ട എന്ന് പറയണം. നീ എന്താണ് മകളുടെ മുമ്പിൽ ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിഷു പറയുന്നുണ്ട്. ശേഷം അവൾ മിണ്ടാതിരിക്കുകയാണ്. ശേഷം നമ്മുടെ അപ്പമ്മോട് വിശ്വത്തിനോട് പറയാണ്, അച്ഛാ, എനിക്ക് ചെറിയൊരു കഥ പറഞ്ഞു തന്നു. ആ കഥയുടെ അർത്ഥം എന്താണെന്നറിയോ, സ്നേഹിക്കുന്നവർ ഒരിക്കലും പിരിഞ്ഞിരിക്കില്ല എന്നാണ്. പിന്നെ എന്താ അച്ഛൻ എന്നെ പിരിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മറുപടി ഒന്നും പറയാനില്ലാതെ വിശ്വം ഇങ്ങനെ മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രീജ പറയണം, അച്ഛനിക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ വിശ്വം, നീ എന്താണ് വെറുതെ ഇങ്ങനെ ഓരോന്നും കുറ്റം പറയണം എന്ന് പറയുമ്പോൾ ശ്രീജ ഇരുന്ന് കരയാണ് കേട്ടോ. അപ്പോൾ അപ്പുമോള് പറയാണ്, അച്ഛാ, ഇതിനൊക്കെ കാരണം അച്ഛൻ തന്നെയാണ്. അച്ഛനൊരു ജോലിക്ക് പോയാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടോ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ നാളെ തന്നെ ജോലിക്ക് പോകണം, അപ്പോൾ ഞാനിവിടെ താമസിക്കാമെന്നൊക്കെ പറയാണ്. അപ്പോൾ നാളെ തന്നെ ജോലി കിട്ടണ്ടേ മോള് ചോദിക്കുമ്പോൾ, മാമനും മുത്തശ്ശനൊക്കെ എപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടല്ലോ, മാമന് ഇന്നും ജോലിയുണ്ട്, അപ്പോൾ എന്താ അച്ഛന് മാത്രം ജോലി ഇല്ലാത്തത്, അച്ഛൻ്റെ മടിയാണല്ലേ, അതാണ് മുത്തശ്ശനും മാമയും പറയാറുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിശ്വം പറയാണ്, മോളെ നോക്കുന്നതിന് കണക്ക് പറയാണ് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കണക്ക് ഒന്നും പറയാ, എൻ്റെ ജീവിതം ഇങ്ങനെയായാലും ഒരു സങ്കടത്തിൽ സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രീജയും പറയുന്നുണ്ട്.
ശേഷം മതി മതി, നിങ്ങൾ എന്തിനാ വഴക്ക് കൂടുന്നത്, നമുക്ക് വഴക്ക് കൂടണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുകയാണ് അപ്പുമോൾ കേട്ടോ. അങ്ങനെ അവർ മൂന്നാളും കൂടെ സ്നേഹത്തോടെ സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വേദ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിക്രമിന്. അപ്പോൾ വിക്രം വരുന്നുണ്ട്. വിക്രം വന്നതും വേദ ചോദിക്കുകയാണ്, എന്തായി പോയിട്ട്, എന്തായി കാര്യങ്ങളൊക്കെ, നിങ്ങൾ ശ്രീനിവാസനെ കാണാൻ പോയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീനിവാസനോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയരുത്, പേര് പറയരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയാണ്, ഞങ്ങൾ മന്ത്രിനെയും മുഖ്യമന്ത്രിനെ അടക്കം പേര് പറഞ്ഞ് വിളിക്കുക, പിന്നെയാണ് അദ്ദേഹത്തെ, നിങ്ങളൊക്കെ അദ്ദേഹത്തെ സാറിന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് വേദ. ശേഷം വേദ പറയാണ്, ന്യൂസിൽ കണ്ട പോലെ ഇനി നിങ്ങളായിരിക്കും യൂത്ത് വിങ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് പരിഹാസത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പം നിനക്ക് എന്താ ഒരു പരിഹാസം എന്ന് പറയുമ്പോൾ, എനിക്ക് പരിഹാസമൊന്നുമില്ല, രാഷ്ട്രീയത്തിൻ്റെ ഓരോ അവസ്ഥ ആലോചിച്ചിട്ട് സഹതാപമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. ശരി, കൈ കഴുകിയിട്ട് വരൂ സഖാവേ, ഞാൻ ഭക്ഷണം വിളമ്പി വെക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയാണ്, നിനക്ക് പരിഹസിക്കാനുള്ള ഒരു വാക്കല്ല ഈ സഖാവേ എന്ന് പറയുമ്പം അത് ഉപയോഗിക്കുന്നവരോട് ആലോചിക്കണം ആ പേരിൻ്റെ മഹത്വം എന്നും വേദ പറയുന്നുണ്ട്. ശേഷം അതും കൂടി കേട്ടപ്പോൾ വിക്രമിന് ദേഷ്യം വന്നിട്ട് വിക്രം റൂമിലേക്ക് പോകുകയാണ്. അപ്പോൾ ദേഷ്യപ്പെടല്ലേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ നേതാവായിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയ സമയത്ത് നിങ്ങളുടെ അച്ഛൻ ചെറുതായിട്ടൊന്ന് വീണു എന്ന് പറയണം. അയ്യോ, എങ്ങനെയെന്ന് ചോദിക്കപ്പോൾ വിക്രം, അപ്പോൾ മോൾക്ക് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി ടൗണിൽ പോയതാണ്, ഒരു ഓട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും വിക്രം അകത്തേക്ക് അച്ഛനെ കാണാനായിട്ട് ഓടുകയാണ്. അപ്പോൾ വേദ പറയുന്നത് എണീപ്പിക്കില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വളരെ സങ്കടത്തോടു കൂടി അച്ഛൻ കിടക്കുന്നത് വിക്രം നോക്കിക്കാണുകയാണ്. പക്ഷേ എഴുന്നേൽപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. ആ ടൈമിൽ അമ്മ കമല അങ്ങോട്ട് വരുന്നുണ്ട്. എഴുന്നേൽപ്പിക്കണോ മോനെ ചോദിക്കുമ്പോൾ വേണ്ടാന്ന് എക്സ്പ്രഷനിൽ കൊണ്ട് മാത്രം കാണിക്കുന്നു ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് വരുന്ന വിക്രമിനോടായിട്ട് വിശ്വം ചോദിക്കുകയാണ്, വിക്രമേ, നീ അന്ന് അച്ഛൻ്റെ പിറന്നാൾ ദിവസം വസ്ത്രം എടുക്കാനായിട്ട് ഒരു ജോലിക്ക് പോലും അത് എന്തിനായിരുന്നു ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്താണ്, അരിച്ചാക്ക് ചുമക്കാനായിരുന്നു ഏട്ടാ. എന്താണ് വിശ്വേട്ടന് പോകണമെന്നുണ്ടോ, ഞാൻ ഏൽപ്പിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. അരിച്ചാക്ക് ചുമക്കാനോ? ഇല്ലടാ വേണ്ട, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. ശേഷം വിക്രം മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വിഷം ഒറ്റയ്ക്കെന്ന് പറയാണ്, അരിച്ചാക്ക് ചുമക്കാനൊക്കെ എന്നെ കൊണ്ടാവുമോ, എന്നെ കൊണ്ടാവില്ല, അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് വിടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛൻ ശങ്കരനാരായണൻ മുറിയിലിരുന്നിട്ട് ഇത് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ അവിടേക്ക് വേദയുടെ അമ്മ വരുന്നുണ്ട്. വേദയുടെ അമ്മ വന്നിട്ട് എന്താണ്, വേദന അച്ഛനോടായിട്ട് ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ നേരത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അമ്മ എന്നോട് പറഞ്ഞു വേദയുടെ വീട് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ, അമ്മ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ശങ്കരേട്ടൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് അമ്മ പറയണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്താ പറയേണ്ടത്, പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല, അതൊന്നും പറയാതിരുന്നതെന്ന് പറയണം. എന്താണ്, നിങ്ങൾക്ക് ഇപ്പോഴും മോളോട് ദേഷ്യമുണ്ടോ, അവളെ വെറുത്ത് തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കണം. എൻ്റെ മോളോട് എനിക്ക് വെറുപ്പോ, അത് എന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ദേഷ്യം അതുണ്ടായിരുന്നു, പക്ഷേ അമ്പലത്തിൽ പോയി വന്ന ശേഷം അതും മാറി. ഇപ്പം എനിക്ക് അവളോട് ഒന്നും തന്നെ ദേഷ്യമോ വെറുപ്പോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാണ് കേട്ടോ. എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് അവളുടെ വിവാഹം ഒന്നും കൂടെ നടത്താം, കുറച്ച് ആളുകളെ മാത്രം വിളിച്ചിട്ട് ആ ഒരു ചടങ്ങ് നമുക്ക് നടത്തണ്ടേ, അവളുടെ ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കാം, മാത്രമല്ല നമുക്കും ഒരു ഓർമ്മയായിട്ട് മനസ്സിൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കുമല്ലോ അത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് എന്താ മറുപടി പറയാനറിയാണ്ട് ശങ്കരൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഒന്നും പറയാതെന്ന് ചോദിക്കുമ്പോൾ, നീ ആദ്യം അങ്ങോട്ട് പോകും, അവിടെ പോയിട്ട് അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ ആളുകളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കുക, ശേഷം തീരുമാനിക്കാമെന്ന് പറയണം. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു പെർമിഷൻ തന്നല്ലോ, നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജി കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇവരെ അമ്മയെ അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദയുടെ അമ്മ അവിടുന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെ പുറത്ത് നിന്ന് ശ്രീകാന്ത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് പോയിട്ട് അച്ഛനോട് പറയാണ്, അച്ഛൻ ഇതൊക്കെ മനസ്സുകൊണ്ട് തന്നെയാണോ പറയുന്നത്, അച്ഛൻ ഇത്ര പെട്ടെന്ന് എല്ലാം മറന്നു പോയോ, എല്ലാം മായ്ച്ചു കളഞ്ഞു, ദേഷ്യമൊക്കെ അച്ഛൻ്റെ പോയോ, ഒരു അമ്പലത്തിലേക്ക് കാശിക്ക് പോയിട്ടുമ്പോഴേക്ക് ഇങ്ങനെ മാറുന്ന മനുഷ്യന്മാർ ഞാൻ ആദ്യമായിട്ട് കാണാമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ശങ്കരൻ പറയാണ്, എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിനൊരിക്കലും സമ്മതിക്കില്ല. അവൻ മാറിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹം പോലെ തന്നെ അവളുടെ ജീവിതം നന്നാക്കാൻ എനിക്കറിയാമെന്ന് പറയാണ് കേട്ടോ വേദന അച്ഛൻ. അപ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല, അവൻ ഒരിക്കലും നേരാവുമില്ല, ഒരിക്കലും മാറുമില്ല, അവൻ ഗുണ്ടയല്ലേ, മാത്രമല്ല ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കൂടി ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ അവൻ സ്വാധീനം കൂടുകയുള്ളൂ എന്ന് പറയണം. ഏതായാലും നീ അത് തെളിയിക്ക്, എന്നിട്ടാവാം ബാക്കി തീരുമാനിക്കാമെന്ന് ശ്രീകാന്തിനോട് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത്
വീട്ടിൽ എന്തൊക്കെയോ കണക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സുധാകരൻ മാഷിയാണ്. അവിടേക്ക് വിശ്വം വരുന്നുണ്ട്. വിശ്വം വന്നിട്ട് അച്ഛൻ എനിക്കൊരു സഹായം വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ സഹായം ചോദിക്കുമ്പോൾ എനിക്കൊന്ന് പുറത്ത് വരെ പോകണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ എന്താ അതിന് കാശ് വേണമെന്ന് ചോദിക്കുകയാണ്. അയ്യോ കാശൊന്നും വേണ്ട, എനിക്ക് സൈക്കിൾ കിട്ടിയാൽ കുറച്ച് ഉപകാരമായിരുന്നു എന്ന് പറയണം. എന്താ ബസ്സിൽ കൂടെ ചോദിക്കും. അപ്പോൾ ബസ്സിൽ പോകാൻ പറ്റിയ സ്ഥലമല്ല അത്, സൈക്കിളിൽ തന്നെ പോകണമെന്ന് പറയുന്നുണ്ട്. ശരി എടുത്തോ, കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ എന്താണ് ചെയിൻ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ശരിയാക്കിക്കോണം അച്ഛാന്ന് പറഞ്ഞിട്ട് വിശ്വം പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദയുടെ അമ്മയും മുത്തശ്ശിയും വേദയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വേദ അത് കണ്ടിട്ട് അമ്മയും മുത്തശ്ശിയും കണ്ടിട്ട് ഓടിപ്പോയിട്ട് വരവേൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ശേഷം അപ്പുമോളെ കണ്ടിട്ട് അവർ ചോദിക്കുകയാണ്, ഇതേതാ കുട്ടിയെന്ന് ചോദിക്കുകയാണ്. ഇത് ശ്രീജേച്ചിയുടെ മോളമ്മേ, മോള് വന്നിട്ട് ശ്രീജേച്ചിയുടെ വീട്ടിലിരുന്നാണ് പഠിക്കുന്നതെന്ന് പറയാണ്. അയ്യോ ഈ മോൾ ഇങ്ങനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നില്ലെന്ന് പറയുന്നുണ്ട്. അയ്യോ അതിൻ്റെ കുഴപ്പമില്ല, അവൾക്ക് അല്ലെങ്കിൽ തന്നെ ചോക്ലേറ്റ് കഴിക്കൽ കുറച്ച് കൂടുതൽ അമ്മയെന്ന് പറഞ്ഞിട്ട് വേദ പറയാണ്. മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെന്ന് പറയും. എന്നിട്ടാണോ ഭക്ഷണം വാരി കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ പാത്രം കൊണ്ട് നിൽക്കുന്നത് പറയുന്നത്. അപ്പോൾ ശ്രീജ പറയും, അയ്യോ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ കൊടുക്കുക, അവൾ ഒറ്റയ്ക്ക് കഴിക്കും, അതുകൊണ്ട് അവൾ ഓടിപ്പോകുന്നു കഴിക്കാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം കമല ഇവരെ കണ്ടുകൊണ്ട് വരികയാണ്. എന്താണ് പുറത്തേക്ക് നിൽക്കുന്ന, വേഗം ഒരു ഉള്ളിലേക്ക് കയറി വന്നിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് വീടിൻ്റെ ഉമ്മറത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നന്ദിനി വരുന്നുണ്ട് അങ്ങോട്ട്. നന്ദിനെ കണ്ടെന്ന് കമല പോയി ചായ എടുത്തിട്ട് വന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ അവൾക്ക് ദേഷ്യപ്പെട്ടിട്ട് ഇവൾക്ക് എന്താ ഇവളുടെ കയ്യിൽ എന്താ ചായ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും സുധാകരൻ മാഷ് വെളിയിലേക്ക് വരുന്നുണ്ട്. സുധാകരൻ മാഷ് ഇവരെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫ്രണ്ടിൽ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ സുധാകരൻ മാഷെ സുഖോരി എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധാകരൻ മാഷ് ഒരുമാതിരി എന്താ പറയുക ആക്കി സംസാരിക്കുന്ന പോലെ സംസാരിക്കും. 3 നല്ല ആൺമക്കളെ തന്നുകൊണ്ട് ഞാൻ എനിക്ക് എപ്പോഴും സുഖമാണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അവർ എന്തിനു വെറുതെ ചോദിച്ചു, അതായത് അങ്ങനത്തെ ഒരു എക്സ്പ്രഷനിൽ ഇരിക്കും മുത്തശ്ശിയും അമ്മയും. വിക്രം ഇവിടെ ചോദിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം പറയും, അവൻ ഭയങ്കര ബിസിയുള്ള ആളല്ലേ, ഇനി എവിടെ കിട്ടാൻ, ഇപ്പോൾ രാഷ്ട്രീയത്തിലൂടെ ഇറങ്ങിയതുകൊണ്ട് ഒട്ടും കിട്ടില്ല, അവൻ അത്രയും തിരക്കല്ലേ, ആളുകളെയൊക്കെ അടിക്കാനും തല്ലാനൊക്കെ പോകണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അപ്പോൾ അത് കേട്ട് ഇതൊക്കെ വിഷമമാകുന്നുണ്ട് കേട്ടോ. ശേഷം കമൽ പറയും, സുധാകരേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്താണ് വീട്ടിൽ വന്ന ആളുകളെ പുറത്തിരിച്ച് സംസാരിപ്പിക്കുക, നമുക്ക് ഉള്ളിലേക്ക് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സംസാരത്തിൻ്റെ ടോൺ മാറ്റാണ്. അപ്പോൾ മുത്തശ്ശിയും അമ്മയും പറയാണ്, കുഴപ്പമില്ല ഇവിടെ ഇരുന്ന് സംസാരിച്ചാലും കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് പറയാണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് സുധാകരൻ മാഷ് ചോദിക്കുമ്പോൾ പറയും, വിക്രമിനെയും വേദനയും നമുക്ക് കാര്യങ്ങൾക്ക് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവരുടെ വിവാഹം നടത്തി കൊടുക്കണ്ടേ, ഇങ്ങനെ വിട്ടാൽ മതിയോ അവരുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സുധാകരൻ മാഷ് വളരെ ഗൗരവത്തോടെ പറയാണ്, കാര്യങ്ങൾ എത്രത്തോളം ആയ സ്ഥിതിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് കേട്ടതും വേദയുടെ അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും വേദയും കമലയും എല്ലാവരും തന്നെ ഒരു നെട്ടലോട് കൂടിയിട്ട് സുധാകരൻ മാഷയെ കാണിക്കുന്നതോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. താങ്ക്